എല്ലാവർക്കും നമസ്കാരം. എ വെരി വെരി ഹാപ്പി ക്രിസ്മസ് ടു എവ്രി വൺ. ക്രിസ്മസ് ദിവസം എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ക്രിക്കറ്റ് ടോക്സ് തുടങ്ങാം. ഓക്കെ, സോ വിമൻസ് ടീം ശ്രീലങ്ക വിമൻസ് ടീമുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2 T20 മാച്ച് കഴിഞ്ഞു വിശാഖപട്ടണം എന്ന സ്ഥലത്ത്. രണ്ടും ഇന്ത്യ വളരെ ഈസിലി വാക്ക് ഇൻ ദി പാർക്ക് എന്ന് പറയുന്ന പോലെ ജയിച്ചിരിക്കുകയാണ്. 21 ഡിസംബറിന് വിശാഖപട്ടണത്ത് നടന്ന മാച്ചിൽ ശ്രീലങ്ക വിമൻ എടുത്തത് 121 റൺസ് ഫോർ 6 വിക്കറ്റ്സ്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ജമീമ റോഡ്രിഗസിൻ്റെ വണ്ടർഫുൾ 69 റൺസുമായി, സ്മൃതി മന്ദാനയുടെ ടോപ്പിൽ ഒരു 25 റൺസുമായി 122 for 2 എന്ന നിലയിൽ 15ാമത്തെ ഓവറിൽ കളി ജയിച്ചിരിക്കുകയാണ്. രണ്ടാം T20 മാച്ച് 23 അതേ സ്റ്റേഡിയത്തിലാണ് നടന്നത്, വിശാഖപട്ടണത്ത്. അന്നും ശ്രീലങ്കയ്ക്ക് എടുക്കാൻ കഴിഞ്ഞത് 128 റൺസ് ഓൺലി ഫോർ 9 വിക്കറ്റ്സ്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 129 റൺസ് ഫോർ 3 വിക്കറ്റ്സ് എടുത്ത് 12ാമത്തെ ഓവറിൽ കളി അവസാനിപ്പിച്ചു. ദിസ് ടൈം അറൗണ്ട് ഷഫാലി വർമ്മയുടെ തീപ്പൊരി ബാറ്റിംഗാണ് കണ്ടത്. 69 റൺസ്. ജമീമ 26 റൺസ് എടുത്ത് കൊടുത്തു. സോ 2 മാച്ച് ജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത 3 T20 മാച്ചുകളുണ്ട്. ദാറ്റ് ഈസ് 26, 28, 30 ഡിസംബർ 26, 28, 30 എന്നീ തീയതികളിൽ ട്രിവാൻഡ്രത്താണ് നടക്കുന്നത്. ഓക്കെ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ട്രിവാൻഡ്രം. അതിനുള്ള ടിക്കറ്റിലൊക്കെ ഒരുപാട് കൺസെഷനുണ്ട്. സ്ത്രീകൾക്ക്, കുട്ടികൾക്കൊക്കെ വേറെ വേറെ റേറ്റ്സൊക്കെയാണ്. മാക്സിമം എല്ലാവരും പോകാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ട് ആസ്വദിക്കുക. സ്മൃതി മന്ദാന 4000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരിക്കുകയാണ് ഇൻ T20. ഓവറാൾ മൂന്നാം സ്ഥാനത്ത്, അതായത് ഓവറാൾ 3 പേരാണ് ഇന്ത്യക്ക് വേണ്ടി 4000 റൺ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഗ്രേറ്റ് രോഹിത് ശർമ്മ 4231 runs. The King വിരാട് കോഹ്ലി 4188 runs. അവരുടെ ഒരു പട്ടികയിലേക്ക് സ്മൃതി മന്ദാന കയറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെറിയ ഒരു കാര്യമല്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ ടോപ്പ് പ്ലെയേഴ്സ് എല്ലാം വിജയ് ഹജാരെ എലൈറ്റ് കളിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഏറ്റവും നല്ലതാണ്, ഒരു പ്രാക്ടീസ് കൂടാണ് ടോപ്പ് പ്ലെയേഴ്സിന് ഡൊമസ്റ്റിക് ലെവൽ കളിക്കുക എന്നുള്ളത്. നല്ല നല്ല ബോളേഴ്സിനെ നേരിടാൻ പറ്റും, അതുപോലെ നല്ല നല്ല ബാറ്റ്സ്മാനെ എറിഞ്ഞു വീഴ്ത്താനും പറ്റും. അപ്പോൾ മാക്സിമം നല്ല നമ്മുടെ നോട്ടബിൾ പ്ലെയേഴ്സ് എല്ലാം സെഞ്ചുറി അടിച്ചുകൊണ്ട് അവരുടെ ആഗമനം അവരെ അടിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയാണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും വൈഭവ് സൂര്യവംശി ദി വണ്ടർ ബോയ് ആണെങ്കിലും വിഷ്ണു വിനോദ് കേരളത്തിന് വേണ്ടിയാണെങ്കിലും ഇഷാൻ കിഷൻ ജാർഖണ്ഡിന് വേണ്ടിയാണെങ്കിലും ദേവദത്ത് പടിക്കൽ കർണാടകയ്ക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാം സെഞ്ചുറി, അതും ബിഗ് സെഞ്ചുറീസ് അടിച്ചിരിക്കുകയാണ്. വേറെയും ഒരുപാട് പ്ലെയേഴ്സ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ വിജയ് ഹജാരെ ആളുകൾക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുഃഖമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെലികാസ്റ്റൊന്നും ചെയ്യുന്നില്ല ഈ മാച്ച്. ഇത്രയും ദിഗ്ഗജ് പ്ലെയേഴ്സൊക്കെ കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ അത് ടെലികാസ്റ്റ് ചെയ്യണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിവേ, അങ്ങനെ നടന്നില്ല. അതൊരു പ്രീ പ്ലാൻഡായിട്ട് ചെയ്ത ആയതുകൊണ്ടായിരിക്കും. എന്നാലും നമുക്ക് സ്കോർ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. നെറ്റിൽ നോക്കിയാൽ നമുക്ക് സ്കോർ ബോർഡ് അറിയാൻ പറ്റുന്നുണ്ട്, വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ആഷസ് സീരീസ് ഓസ്ട്രേലിയ എഗൻസ്റ്റ് ഇംഗ്ലണ്ട് 3 കളി കഴിഞ്ഞിരിക്കുകയാണ്. 3ഉം ഇംഗ്ലണ്ട് സംപൂജ്യനായിരിക്കുകയാണ്. ഓസ്ട്രേലിയ 3-0 എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുന്നൊരു സ്ഥിതിയാണ്.
26 ഡിസംബറിന് 4ാമത്തെ ടെസ്റ്റ് മാച്ച് ആഷസ് സീരീസിൻ്റെ ആരംഭിക്കുകയാണ്. മെൽബോൺ ഓസ്ട്രേലിയയിൽ വെച്ചാണ് കളിക്കുന്നത്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയ ഒരു വണ്ടർഫുൾ ഫോമിൽ ആയതുകൊണ്ട് മാത്രമല്ല, ഇംഗ്ലണ്ടിൻ്റെ മനോനില തകർന്ന പോലെയാണ് നമുക്ക് അവരുടെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും കാണാൻ കഴിയുന്നത്. ഇനി പുതിയ പ്ലെയേഴ്സിനൊക്കെ ചാൻസ് കൊടുക്കുമോ, എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ അറിയാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോൾ തൽക്കാലമുള്ള വിശേഷങ്ങൾ. അതുപോലെ വിമൻസ് പ്രീമിയർ ലീഗ് ജനുവരിയിൽ ആരംഭിക്കുകയാണ്. 9 ജാനുവരി മുതൽ 5 ഫെബ്രുവരി 5-ാം തീയതിയാണ് ഫൈനൽ കളിക്കുക. 5 ടീമുകളുണ്ട്. ഒരുപാട് വിദേശ താരങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ 5 T20 മാച്ചസ് ശ്രീലങ്കയായിട്ട് ഇന്ത്യയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ടീം. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സിനും അവരുടെ WPL വന്നിട്ട് നല്ല ഒരു പ്രാക്ടീസ് കൂടിയാണിത്. പക്ഷേ ശ്രീലങ്ക നല്ല സ്കോർ എടുക്കാത്തത് കാരണം ഒത്തിരി നല്ല ബാറ്റിംഗ് കാണാൻ പറ്റുന്നില്ല എന്നത് എൻ്റെ വ്യക്തിപരമായിട്ടൊരു ആക്ഷേപമാണ്. പക്ഷേ ടീമിന് നല്ലതാണ്, പെട്ടെന്ന് കളി തീർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. 25 ഡിസംബർ 25, അതായത് നൂറ്റാണ്ടിലൊരു പ്രാവശ്യം മാത്രം വരുന്ന 25/12/25 എന്ന ഒരു അപൂർവ ക്രിസ്മസാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ലൈക്ക് ദി വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. ഓൾസോ ഷെയർ ഇറ്റ് if you want to share it. Thank you very much. Bye bye.